മഹാരാഷ്ട്രയും ഡൽഹിയും ബി.ജെ.പി പക്ഷത്തേക്ക് എത്തിച്ച ആർ.എസ്.എസിന്റെ അടുത്ത ലക്ഷ്യം ബംഗാളാണോ? മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. അതിനുള്ള പ്രചാരണമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആർ.എസ്.എസ് പിന്തുണയുണ്ടെങ്കിൽ ഇത് സാധ്യമാകുമെന്നാണ് ബി.ജെ.പിയുടെ കണ്ടെത്തൽ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കുത്തക ഭരണമായിരുന്നു. 4/3 ഭൂരിപക്ഷമുള്ള ഭരണം. അരവിന്ദ് കെജ്രിവാൾ അജയ്യനാണെന്ന് ഏവരും വിലയിരുത്തി. പക്ഷേ ഡൽഹിയിലെ ഫലം മറ്റൊന്നായിരുന്നു. ഇതിന് പിന്നിൽ ആർ.എസ്.എസ് എന്ന സംഘടനയുടെ കരുത്താണെന്ന് ഏവരും വിലയിരുത്തുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ ബി.ജെ.പിക്ക് ചരിത്ര ഭൂരിപക്ഷം നൽകിയതും ആർ.എസ്.എസ് പ്രവർത്തനമായിരുന്നു. ഹരിയാനയിൽ ഏവരെയും അമ്പരിപ്പിച്ച് ബി.ജെ.പി ഭരണം തുടർച്ചയായും ആർ.എസ്.എസ് നൽകി. എന്നാൽ ഇപ്പോൾ കെജ്രിവാളിന്റെ കയ്യിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത ആർ.എസ്.എസിന്റെ അടുത്ത ലക്ഷ്യം ബംഗാളാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആർ.എസ്.എസ് മേധാവി മോഹൻ ഭാഗവത് നടത്തിയ 10 ദിവസത്തെ ബംഗാൾ പര്യടനം ഇതിന്റെ സൂചനയാണ് നൽകുന്നത്. ബംഗാളിലുടനീളം വേരുറപ്പിക്കുകയാണ് ആർ.എസ്.എസിന്റെ മുഖ്യ ലക്ഷ്യം. ആർ.എസ്.എസ് പ്രാദേശിക പ്രവർത്തകരുമായി അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ചകൾ, സംഘടനയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പദ്ധതികൾ, പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം, കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളെ കാണാൻ, ഇങ്ങനെ പല ഇടപെടലുകളും മോഹൻ ഭാഗവത് നടത്തി. ഭാഗവതിന്റെ സന്ദർശനത്തിന് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് തൃണമൂലും കാണുന്നത്. 2026 മാർച്ച് ഏപ്രിൽ മാസത്തിലാകും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബി.ജെ.പി മുന്നേറ്റമുണ്ടാക്കി. പിന്നീട് കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് അനുകൂലമാക്കി. തൃണമൂൽ കോൺഗ്രസ് അജയ്യ ശക്തിയായി മാറുകയും ചെയ്തു. ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തെ തകർത്താണ് ബി.ജെ.പി ജയിച്ചത്. ബംഗാളിലും മമതയ്ക്കെതിരെ കോൺഗ്രസും CPM-ഉം രംഗത്ത് വന്നു. ഇതിനൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്താൽ ബംഗാളും പിടിക്കാമെന്നാണ് പ്രതീക്ഷ. ഇതിന് സംഘടനയ്ക്ക് ശക്തി ആർജിക്കണം. അതിനുവേണ്ടിയാണ് ആർ.എസ്.എസ് തലവന്റെ 10 ദിവസത്തെ സന്ദർശനം. ഇത്രയും അധികം ദിവസം നാഗ്പൂർ വിട്ട് ആർ.എസ്.എസ് തലവൻ മാറി നിൽക്കുക എന്നത് അത്യപൂർവമാണ്. മോഹൻ ഭാഗവതിന്റെ ബംഗാൾ സന്ദർശനം ഞായറാഴ്ച റാലിയോടെ സമാപിക്കും. പൂർവ ബർധമൻ ജില്ലയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്വയം സേവകർ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം അഭിസംബോധന ചെയ്യും. റാലിക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും കൊൽക്കത്ത ഹൈക്കോടതി റാലിക്ക് അനുമതി നൽകുകയുമായിരുന്നു. പരീക്ഷ നടക്കുന്ന സമയമായതിനാൽ പരീക്ഷാ ഉദ്യോഗാർത്ഥികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. സംസ്ഥാന പോലീസ് അതോടെ അനുമതി നിഷേധിച്ചത്. ഇതെല്ലാം ആർ.എസ്.എസ് അനുകൂല ബംഗാളിൽ സൃഷ്ടിച്ചെടുത്ത വിലയിരുത്തൽ പരിവാറിനുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പ് നൽകി ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി രംഗത്ത് വന്നിരുന്നു. ഡൽഹിക്ക് ശേഷം പശ്ചിമ ബംഗാളാണ് അടുത്തതെന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. ഡൽഹിയിൽ ഞങ്ങൾ വിജയിച്ചു, അടുത്ത വർഷം ബംഗാളിലെ ഊഴമാണ്. ഡൽഹിയിലെ ബംഗാളി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഞാൻ പ്രചാരണം നടത്തി. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമാണ്. അവർ ഡൽഹിയെ തകർത്തു. ഡൽഹിയിലെ മിക്ക ബംഗാളി പ്രദേശങ്ങളിലും ബി.ജെ.പി അനായാസമായി വിജയം കണ്ടു. അത് ബംഗാളിലും ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗാൾ ബി.ജെ.പി അധ്യക്ഷന് എം.പിയുമായ സുകാന്ത മജുദാറും സമാനമായ മുന്നറിയിപ്പാണ് നൽകിയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനങ്ങളും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുമെന്നും ഡൽഹി ആവർത്തിക്കുമെന്നും സുകാന്ത മജുദാർ പറഞ്ഞു. എന്നാൽ ആം ആദ്മിയെ നിഷ്ഠൂരം ഡൽഹിയിൽ നിന്നും എടുത്ത് പുറത്തേക്കെറിഞ്ഞ് ബി.ജെ.പി ആർ.എസ്.എസ് കൂട്ടുകെട്ട്. ബംഗാളിൽ ജനങ്ങൾ ദീദി എന്ന് പറഞ്ഞ് പുറകെ വരുമെന്ന് മമതാ ബാനർജി ഇനി വിചാരിക്കേണ്ട, അത് കഴിഞ്ഞു. കാരണം ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടർ അതിക്രൂരമായി ഒരു പീഡനത്തിന് ഇരയായപ്പോൾ പോലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. അവസാനം ബി.ജെ.പിയുടെ ഗവർണറായ ആനന്ദ് ബോസ് പറയുന്നതാണ് കേട്ടത്. അതോടുകൂടി അവിടെ ബി.ജെ.പിയുടെ പേര്, മോദിയുടെ പേര്, ആർ.എസ്.എസിൻ്റെ പേര് അവിടെ ഉയർന്നു കഴിഞ്ഞു. ഇനി മോഹൻ ഭാഗവതിൻ്റെ 10 ദിവസത്തെ പശ്ചിമ ബംഗാൾ സന്ദർശനത്തോടുകൂടി ഏകദേശം അവിടെ പശ്ചിമ ബംഗാൾ ബി.ജെ.പിക്കുള്ള താമരമൊട്ട് അവിടെ വിതറിയിട്ടായിരിക്കും കക്ഷി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇനി 2026 അവിടെ പശ്ചിമ ബംഗാൾ വിട്ട് വേറെ എവിടെയെങ്കിലും ഓടിക്കൊള്ളാൻ മമതാ ബാനർജി തയ്യാറാവുക. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.